കഥ കേട്ടാലോ? പാസ് അക്കാഡമിയിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കുട്ടി കുറുമ്പന്റെ കഥയാണ്. അപ്പം എല്ലാവരും റെഡി ആയിക്കോളും. നമുക്കിന്നൊരു കുറുമ്പൻകുട്ടന്റെ കഥ കേൾക്കാം. അവനെ നമുക്ക് നാണു എന്ന് വിളിക്കാം. നാണു എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുമാത്രമല്ല, അവൻ്റെ ഇഷ്ടം എന്താണ് അതവൻ നേടിയിടും. അത് അവനിഷ്ടപ്പെട്ട ഒരു സാധനം ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവനത് എങ്ങനെയെങ്കിലും തട്ടിയിടും. അതാണ് അവൻ്റെ ഒരു ശീലം. മിക്കവാറും അവൻ്റെ സുഖം, അവൻ്റെ സന്തോഷം, അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ അമ്മമ്മ വിളിച്ചു. അമ്മമ്മ കിടപ്പാണ്, വയ്യാതെ കിടക്കാണ്. അപ്പം അമ്മമ്മ വിളിച്ചു, മോനെ നാണുവേ, എടാ ഈ ജനലൊന്ന് തുറന്നിടടാ, അമ്മമ്മയ്ക്ക് പുറത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണാനാ. അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടി. പുറകെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, എടാ നാണുവേ, നിന്നെ അമ്മമ്മ വിളിക്കുന്ന കേട്ടില്ലേ? ആര് കേൾക്കാൻ? അവൻ ഇറങ്ങി ഓടി. അങ്ങനെ ഓടി കുറച്ച് ദൂരം ചെന്നപ്പോൾ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് തുമ്പിയെ പിടിക്കൽ. കുറേ തുമ്പികൾ പറന്ന് നടക്കുന്നുണ്ട്. അതിലൊരു തുമ്പി അവൻ പിടിച്ചു. പോക്കറ്റിൽ കരുതിയിരുന്ന നൂലെടുത്ത് തുമ്പിയുടെ വാലിൽ കെട്ടി. എന്നിട്ട് തുമ്പി അവൻ വിട്ടുകൊടുത്തു. അപ്പോൾ തുമ്പി വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിട്ടല്ലോ എന്ന സന്തോഷത്തിൽ പറക്കുകയാണ്. ഉടനെ അവൻ നൂലെടുത്ത് പുറകിലേക്ക് വലിക്കുകയാണ്. അങ്ങനെ കുറേ സമയം അവൻ ഈ തുമ്പിയെ വെച്ച് കളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അല്പദൂരം ചെന്നപ്പോൾ ഒരു വേലി മുള്ളിൽ ഒരു പശു ഉടക്കി കിടക്കുകയാണ്. അത് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഇവൻ ഈ തുമ്പിയെ കളിപ്പിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അവന് ഭയങ്കര രസം തോന്നി. പശു ഇങ്ങനെ കുരുങ്ങി കിടന്ന് കരയാണ്. കുറച്ചു നേരം അവൻ അവിടെ നിന്നു. പശു വളരെ ദയനീയമായിട്ട് അവനിൽ നിന്നൊരു സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവനെ നോക്കി കരയാണ്. പരമാവധി വലിച്ചു നോക്കുന്നുണ്ട്. പശുവിനെ അവിടെ നിന്ന് ഊരി പോരാനായിട്ട് അതിൻ്റെ കയർ അതിൽ കുരുങ്ങി കിടക്കുക. പക്ഷെ പറ്റുന്നില്ല. അവൻ പക്ഷെ നമ്മുടെ നാണുക്കുട്ടൻ അതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഒരു നല്ല പഴുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവ് അവൻ കണ്ടു. ഉടനെ ആ മാവിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തുമ്പിയെ കെട്ടിയിരിക്കുന്ന നൂലെടുത്ത് അവൻ്റെ ട്രൗസറിൽ തിരികെ അവൻ ആ മരത്തിൻ്റെ മേലെ കയറി നല്ല പഴുത്ത മാമ്പഴം ഒരെണ്ണം പറിച്ച് അവനിങ്ങനെ കഴിക്കുകയാണ്. കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാമ്പഴ നീരൊക്കെ നക്കി കുടിച്ചുകൊണ്ട് അവനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരപ്പൂപ്പൻ അതിലിങ്ങനെ നടന്നു വരികയാണ്. കക്ഷി നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. യാത്ര ചെയ്ത് തളർന്ന ഒരു വയസ്സായൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നൊന്ന് വിശ്രമിക്കാം എന്ന് കരുതി ഇരുന്നു. അപ്പോഴാണ് മേലെ ഇവൻ നിൽക്കുന്നതുണ്ട്. എടാ മോനെ, അപ്പൂപ്പന് ഒരു മാമ്പഴം പറിച്ചു താടാ, നല്ല വിശപ്പും ദാഹവും ഉണ്ട്. ഉടനെ അവൻ പറഞ്ഞു, അപ്പൂപ്പന് മാമ്പഴം വേണമെങ്കിലേ കയറി പറിച്ചു, ഇത് ഞാൻ പറിച്ച മാമ്പഴമാണ് എന്നും പറഞ്ഞു ഒരിക്കൽ കൂടി അവനത് ഉറിഞ്ചി കുടിച്ചുകൊണ്ട് അതിൻ്റെ അണ്ടി താഴേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൂപ്പ അതാ അണ്ടിക്ക് കൂട്ടുപോയിക്കോ എന്നും പറഞ്ഞ് അതിന് ചാടി ഇറങ്ങി അവൻ അങ്ങനെ നടന്നു. വീണ്ടും അപ്പൂപ്പൻ വളരെ ദയനീയമായി നോക്കിക്കൊണ്ട് ആ മരത്തിൻ്റെ ചൂട്ടിൽ അങ്ങനെ കിടന്നു മയങ്ങി. അവൻ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അകലെ ഒരു മരം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല തണലേകുന്നൊരു മരം. അവൻ ആ മരത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിലൊരു പൊത്തുണ്ട്. ഈ മരപ്പൊത്തിനകത്തേക്ക് അവൻ പതുക്കെ നെറ്റി നോക്കി. കിളിക്കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് എന്നവന് മനസ്സിലായി. അവൻ പതുക്കെ അതിനകത്ത് കൈയിട്ട് അവൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു. നല്ല മിനുമിനുസമുള്ള എന്തോ ഒന്നാണ്. അവനത് എടുത്ത് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ വളരെ മനോഹരമായ നല്ല തിളങ്ങുന്ന വെള്ളാരക്കല്ല്. അത് അവൻ്റെ കയ്യിൽ വെച്ചപ്പോൾ അവന് നല്ല തണുപ്പ് തോന്നി. അവനതെടുത്ത് അവൻ്റെ കവിളിൽ വെച്ച് നോക്കി. നല്ല സുഖം, നല്ല തണുപ്പ്. അപ്പോൾ അവന് തോന്നി, ഇത് ഞാനങ്ങ് എടുത്താലോ, അല്ലേ? ഇഷ്ടമുള്ള സാധനം എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ നാണുകൂട്ടൻ്റെ പരിപാടി. അവൻ എന്ത് ചെയ്തു? ഇനിയും ഉണ്ടാവും എന്ന് വിചാരിച്ചു ഒന്നുകൂടെ കൈയെടുത്ത വീണ്ടും ഒന്നുകൂടെ കിട്ടി. അങ്ങനെ തപ്പി പരതി നോക്കിയപ്പോൾ 5 മനോഹരമായ വെള്ളാരക്കല്ലുകൾ അവൻ്റെ കയ്യിലിരിക്കുകയാണ്. അവൻ അതിലേക്ക്
2 കവിളുകൾ ചേർത്ത് വെച്ചു. നല്ല തണുപ്പ്, നല്ല സുഖം, കാണാൻ നല്ല ഭംഗിയുണ്ട് തിളങ്ങുന്ന വെള്ളാരക്കല്ല്. അവന് ഭയങ്കര അത്ഭുതം തോന്നി. ഇത് വീട്ടിൽ കൊണ്ടുപോകാം, എന്നിട്ട് നാളെ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ച് കൊതിപ്പിക്കാം, എന്നിട്ട് വീട്ടിലെടുത്ത് വയ്ക്കാം, മടുക്കുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയാം. ഇതായിരുന്നു അവൻ്റെ ഉദ്ദേശം. അങ്ങനെ അവൻ അതെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് വീണ്ടും നടക്കുക. ഉടനെ തന്നെ പെട്ടെന്ന് ഒരു പക്ഷി പറന്നു വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളാരങ്കല്ല് കൊത്തിയെടുത്ത് പറന്നുപോയി. സാരമില്ല, പോട്ടെ. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. വീണ്ടും ആ പക്ഷി പറന്നു വന്ന് അടുത്ത വെള്ളാരങ്കല്ലും കുത്തിക്കൊണ്ടുപോയി. അങ്ങനെ 5ാമത്തെ വെള്ളാരങ്കല്ലും കുത്തിയെടുത്തുകൊണ്ട് പക്ഷി പറന്നപ്പോൾ അവന് ദേഷ്യം. തിരികെ പക്ഷിയുടെ പുറകെ അവൻ ഓടുകയാണ്. അങ്ങനെ പക്ഷി പോകുന്ന വഴിക്ക് അവൻ നോക്കിയപ്പോൾ അവനെടുത്ത അതേ പൊത്തിലേക്കാണ് പക്ഷി പോകുന്നത്. അപ്പോൾ ആ വെള്ളാരങ്കല്ലെടുത്ത് അതേ പൊത്തിനകത്തേക്ക് പക്ഷി ചെല്ലുന്നത് അവൻ കണ്ടു. അവൻ അവിടെ നിന്ന് നിരീക്ഷിച്ചപ്പോൾ അതിനകത്ത് ഈ പക്ഷി അത് വെള്ളാരങ്കല്ലിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അവന് ദേഷ്യം വന്നു. അവൻ കൈക്കലാക്കിയ സാധനം അവൻ്റേതെന്ന് അവൻ വിശ്വസിച്ച ആ മനോഹരമായ വെള്ളാരങ്കല്ലുകൾ പക്ഷി തിരിച്ചെടുത്ത് കൊണ്ടുപോയതിൽ അവൻ വല്ലാത്ത ദേഷ്യം. എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവൻ പലതവണ ശ്രമിച്ചു നോക്കി, പല രീതിയിൽ ശ്രമിച്ചു നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. പക്ഷി ഒരു തരത്തിലും അവനത് കൊടുക്കുന്ന ലക്ഷണമില്ല. അവസാനം അവന് ഭയങ്കര സങ്കടമായി. അങ്ങനെ വിഷമിച്ച് ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കുമ്പോൾ പക്ഷി അവനോട് പെട്ടെന്ന് സംസാരിക്കുക. അവൻ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ശബ്ദം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പക്ഷി മേലെ ഇരുന്ന് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ വെള്ളാരങ്കല്ലുകൾ ഇഷ്ടപ്പെട്ടു? അപ്പോൾ അവൻ ആകെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എനിക്ക് മനസ്സിലായി, നിനക്ക് നല്ല ഇഷ്ടമായി. ശരി, നിനക്ക് ഞാനിത് തരാം. ഈ 5 വെള്ളാരങ്കല്ലും നിനക്ക് ഞാൻ തരാം. പക്ഷേ നീ നാളെ ഇതേ സ്ഥലത്തേക്ക് വന്നാൽ നിനക്ക് ഞാൻ തരാം. പക്ഷെ വെറുതെ വന്നാൽ തരില്ല. 5 നല്ല കാര്യങ്ങൾ, 5 നന്മകൾ നീ ചെയ്യണം. ആ ചെയ്ത നന്മകൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയണം ഇവിടെ വന്നു. അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നിനക്ക് ഞാൻ ഈ 5 വെള്ളാരങ്കല്ലും നിന്റെ സ്വന്തമായിട്ട് തരുന്നതായിരിക്കും. അത് കേട്ടപ്പോൾ കുട്ടി, ഓ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നോക്കട്ടെ, അപ്പം ശരി, അപ്പം നാളെ കാലത്ത് വരാം എന്ന ഒരു ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തോടെ അവൻ അവിടെ നിന്ന് നടക്കുകയാണ് തിരിച്ചു. പക്ഷെ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അപ്പോൾ അവൻ ഓർത്തു, അവൻ്റെ അമ്മ അവന് പറഞ്ഞു കൊടുക്കാറുള്ള കഥകൾ, ഉപദേശങ്ങൾ ഒക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ അവൻ്റെ അരയിൽ തൂക്കിയിട്ട ആ നൂലിൻ്റെ തുമ്പത്തെ തുമ്പിയിലേക്ക് മനസ്സ് പോവാണ്. വേഗം അവൻ നോക്കി, അത് അവിടെ കിടന്നിങ്ങനെ പിടയ്ക്കുന്നുണ്ട്, പറക്കാനുള്ള വെമ്പൽ. അവൻ ആ നൂലെടുത്തു. നൂലിൻ്റെ അറ്റത്ത് തുമ്പി അവൻ ആ നൂലിൻ്റെ കെട്ടഴിച്ച് മോചിതനാക്കുകയാണ്. ഉടനെ ആ തുമ്പി പറന്ന് അവൻ്റെ ചുറ്റും ഒരു 4-5 തവണ പറന്ന ശേഷം അവൻ്റെ കവിളിൽ വന്ന് ഒന്നിരുന്ന ശേഷം പറന്നു പോവാണ്. പെട്ടെന്ന് അവൻ എന്തോ ഇതുവരെ അനുഭവിക്കാത്ത എന്തോ ഒരു അനുഭൂതി അവന് ഉള്ളിൽ വന്നു. എന്തിനായിരിക്കും ആ തുമ്പി തൻ്റെ കവിളിൽ വന്നിരുന്നത്? ഓ, എന്തെങ്കിലും ആകട്ടെ. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഇനി ഞാൻ ഇപ്പോൾ ചെയ്തത് ഒരു നല്ല കാര്യമായിരിക്കും അല്ലേ? അങ്ങനെ അവൻ അത് എണ്ണം പിടിക്കുകയാണ്. 5 നല്ല കാര്യങ്ങളിൽ 1 ഞാൻ ചെയ്തിരിക്കുന്നു എന്നവൻ ഉറപ്പിച്ചു. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ താൻ ഉപദ്രവിച്ച ഒരു ജീവിയെ അവൻ മോചിതനാക്കിയിരിക്കുന്നു. അതൊരു നന്മയായിട്ട് അവൻ തന്നെ എടുക്കുകയും അതിനെ ആ 5 നല്ല കാര്യങ്ങളിൽ 1 അവൻ എടുക്കുകയാണ്. അങ്ങനെ അവൻ മുന്നോട്ട് പോയി. കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ അവൻ ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളത് എന്ന് ആലോചിച്ചപ്പോഴാണ് തിരിച്ച് ആ വഴി അവൻ വന്ന അതേ സ്ഥലത്ത് ആ മുൻപ് കേട്ട അതേ ശബ്ദം. എന്താണ്? ഒരു അപ്പൂപ്പൻ്റെ വിളി. അപ്പൂപ്പൻ അവിടെ ക്ഷീണിച്ച് ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. അവൻ മാമ്പഴം തിന്ന അതേ മാവിൻ്റെ ചുവട്ടിൽ അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അവൻ ഉടനെ തന്നെ മാവിൻ്റെ മേലെ കയറി. ഇതെനിക്ക് ചെയ്യാവുന്ന 2ാമത്തെ നന്മയായിരിക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ആ മാവിൻ്റെ മേലേക്ക് ചാടിക്കയറി അതിൽ നിന്ന് കുറേ മാമ്പഴങ്ങൾ പറിച്ചെടുത്ത് താഴേക്ക് ചാടി ഇറങ്ങി അപ്പൂപ്പനെ വിളിച്ചു. അപ്പൂപ്പൻ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അപ്പൂപ്പ ഇതാ മാമ്പഴം. അപ്പൂപ്പൻ ചോദിച്ചില്ലേ? അപ്പൂപ്പൻ ഇത് കഴിച്ചോളൂ, വിശപ്പും ദാഹവും ഒക്കെ മാറട്ടെ.
അപ്പൂപ്പൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവനെ നോക്കുകയാണ്. അതിൽ നിന്നൊരു മാമ്പഴം അതീവ എന്താ പറയുക, വളരെ വലിയ കൊതിയോടുകൂടി ദാഹത്തോടുകൂടി കടിച്ചു വലിച്ച് ഈമ്പി കുടിക്കുകയാണ് അപ്പൂപ്പൻ. എന്നിട്ട് അവനെ നന്മ നിറഞ്ഞ കണ്ണുകളോടെ നന്ദിയോടുകൂടി അവനെ നോക്കുകയാണ് അപ്പൂപ്പൻ. എന്നിട്ട് മെല്ലെ ആ ചുളിഞ്ഞ തൊലികളോടുകൂടി ആ കൈകൊണ്ട് അവൻ്റെ തലയിൽ മെല്ലെ തടവി കൊടുക്കുകയാണ്. അവൻ്റെ കവിളിൽ മെല്ലെ ആ വിരലുകൾ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് അവന് അതുവരെ ഇല്ലാത്ത ഒരനുഭൂതി, അതെ, എന്തോ ഒരു സുഖം, ഒരു സന്തോഷം അവൻ അറിയാൻ തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ അവൻ നമ്മുടെ നാണുക്കുട്ടൻ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അതാ കുറച്ചുകൂടി ചെന്നപ്പോൾ ഇനി എന്ത് നല്ല കാര്യമാണ്, താൻ ചെയ്ത നന്മകളിൽ 2 എണ്ണം ഇപ്പോൾ ചെയ്യേണ്ട നന്മകളിൽ 2 എണ്ണം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരല്പം കൂടി അവൻ ആലോചിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതാ ആ മുൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടന്ന പശു ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവനെ കാത്ത്, അല്ലെങ്കിൽ ആരെയെങ്കിലും കാത്ത്, ആരെങ്കിലും തന്നെ രക്ഷിക്കും എന്ന് കരുതി അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അവൻ ഓടിച്ച് ആ പശുവിൻ്റെ കെട്ടഴിച്ചു, ആ കുരുങ്ങിക്കിടന്ന കുരുക്കഴിച്ചു, അതിനെ അഴിച്ചു വിട്ടു. ഉടനെ ആ പശു ആ നിന്നിടത്ത് നിന്ന് ചാടി തുള്ളിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൻ്റെ ചുറ്റും നടന്നു അവൻ്റെ കവിളിൽ മെല്ലെ ഒന്ന് നക്കിയതിന് ശേഷം അവനെ നോക്കി വളരെ സന്തോഷത്തോടെ നന്ദിയോടെ അവനെ നോക്കിക്കൊണ്ട് ചാടി ഓടി കടന്നു. അവന് ഭയങ്കര സന്തോഷമായി. ഇത് ഈ സന്തോഷമൊന്നും താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നവൻ തിരിച്ചറിയാൻ. അങ്ങനെ അവൻ വീണ്ടും ഏതോ ഒരു ലോകത്തേക്ക്, അവൻ ഒരു സാങ്കല്പിക ലോകത്തെത്തിയതുപോലെയാണ് അവനിപ്പോൾ നടക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും തനിക്ക് ചെയ്യാനുള്ള 5 നന്മകളിൽ 3 എണ്ണം താൻ ചെയ്തു തീർത്തിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തിന് മുന്നോട്ട് നടന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ഇനി എനിക്ക് ചെയ്യാൻ 2 നന്മകൾ കൂടി വേണം. വെള്ളാരം കല്ലുകൾ ലഭിക്കാൻ, ആ എന്താ പറയുക, കുളിർമയേറുന്ന ആ വെള്ളാരം കല്ല് കിട്ടാനായിട്ട് ഇനിയും എനിക്ക് 2 നന്മകൾ കൂടി വേണം. അപ്പോഴാണ് അകത്ത് നിന്ന് അമ്മുമ്മയുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. മോനെ നാണുവേ, നീ വന്നുവോ? ഉടനെ അവൻ ഓടിച്ചെന്നു അമ്മുമ്മയുടെ അടുത്തേക്ക്. അമ്മുമ്മ, ഞാനൊരു സൂത്രം കാട്ടി തരട്ടെ? അമ്മുമ്മയെ അവൻ എഴുന്നേൽപ്പിക്കുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മുമ്മയെ. പതുക്കെ വരൂ, ഞാൻ പിടിക്കാം. അങ്ങനെ അവൻ അമ്മുമ്മയെ പതുക്കെ മെല്ലെ പിടിച്ച് ഉമ്മരത്തെ ചാരി കസേരയിൽ കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് അമ്മുമ്മോട് പറഞ്ഞു, അമ്മുമ്മേ, ജനൽ തുറന്നാൽ കാണുന്ന കാഴ്ചകളെക്കാൾ ധാരാളമുണ്ട് ഇവിടെ ഇരുന്നാൽ കാണാനായിട്ട്. അമ്മുമ്മ കണ്ടോളൂ. അമ്മുമ്മ കാഴ്ചകൾ കാണുന്നതിനേക്കാൾ അത്ഭുതത്തോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ നാണുക്കുട്ടൻ തന്നെയാണോ ഇത്? കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അമ്മുമ്മ അവൻ്റെ കവിളിൽ മെല്ലെ തലോടി. അതേ സുഖം, നേരത്തെ തുമ്പി വന്നിരുന്നപ്പോൾ ഉണ്ടായ അതേ സുഖം, അപ്പൂപ്പൻ തഴുകിയപ്പോൾ ഉണ്ടായ അതേ സുഖം, പശുക്കിടാവ് അടുത്തു വന്ന് നക്കിയപ്പോൾ ഉണ്ടായ അതേ സുഖം. അതാ അമ്മുമ്മ തൻ്റെ കവിളിൽ തലോടിയപ്പോൾ അവന് കിട്ടുകയാണ്. അവൻ എന്തൊക്കെയോ തിരിച്ചറിയും. ഈ 4 പേരും തനിക്ക് നൽകിയ സന്തോഷം ഒന്നാണ്. ഈ 4 പേർക്കും താൻ നൽകിയതും ഒന്ന് തന്നെയാണ്. ആ തിരിച്ചറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് രാത്രി അവൻ ഒരുപാട് ചിന്തകളിലൂടെ കടന്നുപോയി. അങ്ങനെ സുഖമായി അവൻ ഉറങ്ങി. പിറ്റേന്ന് വെളുപ്പിന് അവൻ ഓടി. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇറങ്ങി ഓടുകയാണ് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക്. വെള്ളാരം കല്ലുകളിരിക്കുന്ന ആ പുത്തുള്ള മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൻ ഓടിയെത്തി. പക്ഷി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ പക്ഷിയോട് പറഞ്ഞു, ഞാൻ 4 നന്മകൾ ചെയ്തിരിക്കും, പക്ഷേ എനിക്ക് 5ാമത്തെ നന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പക്ഷി പറയാണ്, സാരമില്ല, നീ 4 നന്മകൾ ചെയ്തു, അത് മതി. തൽക്കാലം നിന്റെ സന്തോഷം ഈ വെള്ളാരം കല്ലുകളാണെന്ന് എനിക്കറിയാം. നീ അതെടുത്തു. നീ അതിനു വേണ്ടിയല്ലേ ഇത്രമാത്രമൊക്കെ ചെയ്തത്. ഞാനത് നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ വെള്ളാരക്കല്ലുകൾ ഓരോന്നായി കുത്തിയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് പക്ഷി വെച്ചു കൊടുക്കുക. അവൻ അല്പസമയം അതിലേക്ക് നോക്കിയിരുന്നു. മെല്ലെ അത് തൻ്റെ കവിളിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അതെടുത്ത് തിരിച്ച് അതേ പൊത്തിലേക്ക് തന്നെ വയ്ക്കുകയാണ്. പക്ഷി അത്ഭുതപ്പെട്ടു. എന്തേ തിരിച്ചു വെച്ചത്? നിനക്ക് ഞാനത് തന്നതാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പക്ഷി, എനിക്കറിയാം ഈ വെള്ളാരക്കല്ലുകൾ നിനക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ്. എനിക്കതൊരു കാഴ്ചവസ്തു മാത്രമായിരിക്കാം. പക്ഷെ ഞാൻ നിന്റെ പൊത്തിൽ കൈയിട്ടപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് നിന്റെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് കുളിർമയേകുന്നത് ഈ വെള്ളാരക്കല്ലുകളാണ്. നീ പോയാലും അവരിവിടെ സുഖമായി ഉറങ്ങുന്നത് ഈ വെള്ളാരക്കല്ലുകൾ മൂലമാണ്. അതെനിക്ക് വേണ്ട, നീ തിരിച്ചെടുത്തു. എൻ്റെ 5ാമത്തെ നന്മ ഇതാണ്. പക്ഷേ വളരെ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി അവനെ നോക്കി. അവൻ തിരിച്ച് നടക്കുകയാണ്. അവൻ ആലോചിച്ചു, ആ വെള്ളാരക്കല്ലുകൾ നൽകിയ കുളിർമയേക്കാൾ എത്രയോ വലുതാണ് താൻ ചെയ്ത നന്മകൾ തനിക്ക് നൽകിയ സുഖം, തണുപ്പ്. നന്മയുടെ തണുപ്പിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ടിറങ്ങട്ടെ. അങ്ങനെ പോകട്ടെ അവരുടെ ജീവിതം. എന്നും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാൻ, അതിലൂടെ സ്വന്തം സന്തോഷം കണ്ടെത്താൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ. ആശംസകൾ.